ഇന്ന് നമ്മളിവിടെ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പുട്ടെന്ന് പറയും ഇതിന്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ പൊൻകതിറിൻ്റെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അരിപ്പൊടിയിലെ പുട്ടുപൊടി. അപ്പോൾ അതെടുത്തിട്ട് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക, അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ചെയ്യേണ്ടത്, അതിനകത്തേക്ക് പാൽപ്പൊടി, തേങ്ങ, ഒരു സ്പൂൺ നെയ്യ്, ഒരു ക്യാരറ്റ്, പഞ്ചസാര ഒരു സ്പൂൺ, ഇത്രയും ഇട്ട് നമ്മൾ പുട്ടിന് പൊടി കൊടുക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പുട്ട് കുറ്റിക്കകത്തേക്ക് ഇടുക, അത് വെക്കുക. ഇപ്പോഴേ പുട്ട് കുറ്റിക്കകത്ത് ആവി വരുന്നുണ്ട്, ഞാനിത് കാണിച്ചു തരാം കേട്ടോ. പുട്ട് കണ്ടോ, നല്ല പുട്ടാണ്, നല്ല പഞ്ഞു പോലെ ഇരിക്കും പുട്ട്. ഇത് കാണിച്ചു തരാം. ഈ പ്ലേറ്റിലാണ്ട് ഉരുണ്ട് പോകുന്ന കണ്ട, നല്ല സ്മൂത്ത് പുട്ടാണ്. തേങ്ങ ഇടപ്പീര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ഇട്ട് കുഴക്കുകയും ചെയ്തത്, ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ തേങ്ങക്കൊക്കെ എന്താ വില, നമുക്ക് എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കണേ, മുതലാവില്ല. ഇപ്പം ഞാൻ രണ്ടാമത്തത് കൂലി നിറക്കുകയാണ്. അപ്പം ഞാൻ തേങ്ങ ഇടുന്നില്ല, ഇതിന് തേങ്ങ ഇടാണ്ട് തന്നെ എന്നിട്ട് നടക്കുക. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ നേരത്തെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു, പിന്നെ മടിയായി, അത് കാരണം പിന്നെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയണത് തന്നെയാണിത്, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഞാൻ എന്താ പറയേണ്ടത്, ഇതൊന്നും പറയാനില്ല. ഇന്നത്തേക്ക് നാളെ കറക്റ്റ്, ഇന്നത്തേക്കല്ല 20-ാം തീയതി കറക്റ്റ് 3 മാസമായി. 53 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചുകൊണ്ടാണ് നീ കാണിക്കുന്നത്. ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രക്ഷപ്പെടുത്തണേ പ്ലീസ്. അപ്പം നമുക്കിത് അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് കണ്ടോ, ഇത്തിരി പോലും പൊടിയാതെ കിട്ടും പുട്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് ചൂടാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഞാൻ ചോറിന് അരി അടപ്പത്തിടാൻ പോകണം. ഭയങ്കര വേവുള്ള അരിയാണ്, ഇപ്പോഴൊന്നും വേവില്ല ഇത്. ഈ ഗ്യാസ് ഒരു പ്രശ്നമുള്ള ഗ്യാസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോൾ നോക്കിയാലും അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നമ്മൾ കത്തിക്കുമ്പോഴത്തേക്കും പൂം എന്ന് പറഞ്ഞ തീയാണ്. പേടിയാണ് എനിക്ക്. ഇനി അടുത്തതും കൂടി ഒരെണ്ണം കൂടി പൊടി പ്രാവശ്യം എല്ലാം കൂടി ആയിട്ട് കുറച്ച് കൂടിപ്പോയി. ഞങ്ങൾക്ക് ഒരു കണ പുട്ട് മതി 2 പേർക്കും കൂടെ, പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല. ഈ പുട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കറിയൊന്നും വേണ്ട, ഒരു കറിയില്ലാണ്ട് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊരു ദിവസങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ നേരത്തേക്ക് ഇത് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു, പിന്നെ ഈ ഗ്രേറ്റ് ചെയ്യണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ മടിയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇന്നിപ്പോൾ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണേ. അപ്പോൾ ഇനി പിന്നീട് കാണാം, ബൈ. കുമ്പളങ്ങ ഇട്ടൊരു മോര് കാച്ചാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. തേങ്ങ, പിന്നെ ഒരു 2 പച്ചമുളക്, ഇത്രയുള്ളൊരു കഷ്ണം, കാണിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യാണ് കാണുന്നത്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 വേപ്പില, 2-3 ഉള്ളൂ വേപ്പില, പിന്നെ ജീരകം, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളിട്ട് നമ്മളിത് അരക്കാൻ പോകണേ. ചുവന്നുള്ളി ഇടണം അതിനകത്ത്, ഒരു ചുവന്നുള്ളി ഇട്ടാൽ മതി, അധികം ഇടണ്ട. അരക്കാൻ പോവാണ്. ഞാൻ മോരൊഴിച്ചാണ് ഇത് അരക്കുന്നത്, മോരല്ല തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരക്കുന്നത്. പിന്നെ ബാക്കി പിന്നെ കാണാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഞാൻ ചിരണ്ടൂല, നിലത്തിരുന്ന് ചിരണ്ടാൻ പറ്റില്ല, കാരണം ചിരണ്ടാറില്ല. പിന്നെ ഈ സ്ലാബിൽ സാധനം പിടിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ ചെത്തിയിട്ട് അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇതിനകത്തുണ്ട്, ഒരു കറുത്ത സാധനം പോലും ഇല്ല. ഞാനിത് മിക്സിക്കകത്തിട്ട് എങ്ങനെയാണ് തേങ്ങാപ്പീര് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. 3 തേങ്ങ ചിരണ്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 3 തേങ്ങ ചിരണ്ടിയതിൻ്റെയാണ് ഈ കാണുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. 3 തേങ്ങ ഇത് ഞാൻ ഒരു 2-3 പാത്രത്തിനകത്താക്കി വെക്കും. 2 ദിവസത്തേക്ക് ആവശ്യമുള്ളത് സാധാരണ ഫ്രീസർ ഇതിനകത്ത്
നോർമൽ ടെമ്പറേച്ചറിൽ വെക്കും. ബാക്കിയുള്ളതെടുത്ത് ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നാളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി എടുത്ത് നോർമലിലേക്ക് കയറ്റും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. തീ കത്തിച്ച് ഞാൻ കുമ്പളങ്ങ അടപ്പത്ത് വെക്കുകയാണ് മോര് കാച്ചാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഉപ്പ് ഇത്ര വെച്ചിട്ടാണ് അടപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ട്. ഞാൻ ചോറ് വാർക്കട്ടെ. ഇനി അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തീ കത്തിച്ചിട്ട് ക്യാബേജ് തോരൻ വെക്കാം. ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടാവട്ടെ. പക്ഷേ ഈ കുമ്പളങ്ങ വെന്തിട്ടില്ല. കുമ്പളങ്ങയ്ക്ക് ഇത്തിരി വേവ് കൂടുതലുള്ളതാണല്ലോ. കുമ്പളങ്ങ വേവട്ടെ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. സ്വല്പം കടുക് പൊട്ടട്ടെ. ഇതുകൂടി ഇരിക്കട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടില്ല. കടുക് പൊട്ടി തുടങ്ങി. പൊട്ടിക്കഴിഞ്ഞ് ഇനി ഞാൻ 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. നല്ലോണം ഇളക്കിയ ശേഷം നെയ്യ് ചീറ്റിയാക്കി ഇട്ട് കൊടുക്കാം. അതൊക്കെ വേവട്ടെ. വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവിയിൽ വേവട്ടെ. ഈ തീ കെട്ടുകൊണ്ട് ഇതിൽ കഷ്ടമാണ് വീട്. അടുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കിത് ക്യാബേജ് മൂടി വെച്ച് കൊടുക്കാവേ. അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും കുമ്പളങ്ങ ശരിയായിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്കകത്തേക്ക് അരപ്പിട്ട് കൊടുക്കട്ടെ. അരപ്പൊക്കെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അരപ്പിട്ടിട്ട് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കിട്ടും. ദൈവമേ എൻ്റെ അടപ്പാണോ അത്? ഞാൻ പുതിയത് വാങ്ങിക്കണേ. ഇനി അല്ലാതെ ശരിയാവില്ല. മോര് കറിക്ക് തിള വന്നു തുടങ്ങി. ഇനി വെക്കാൻ പറ്റില്ല. ഇനി വെച്ച പിരിഞ്ഞു പോകും. അതവിടെ ഇരിക്കട്ടെ. ഇനി താളിക്കണം. അപ്പം അതിന് ചട്ടിയടപ്പത്ത് വെച്ചിടും. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുക് ഇടണം. കുറച്ച് കടുക്, അതേപോലെ തന്നെ 1 നുള്ള് ഉലുവ. അത് രണ്ടും പൊട്ടി തിരുമ്പിട്ടേക്ക് നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ അമ്മ മോര് കാച്ചണേന് ചുമന്നുള്ളി ഇടാറില്ല. പിരിഞ്ഞ് കിടക്കുന്നവർ. പക്ഷെ ഞാൻ ഇടും. 2 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ഏകദേശം മൂത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച ഇതാണ് മീൻകറി. ആ മീൻകറി ഇന്നത്തെയും കൂടി എങ്ങനെയെങ്കിലും തീർക്കണോ അത്. അപ്പം അത് ഇനി ചൂടാക്കണം. മീൻകറിയുടെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടല്ലേ. വറ്റി ഇത്രയായി. തീർന്ന് മീൻകറി. അപ്പം അതും കൂടി അവിടെ നിന്ന് പതിയെ പറ്റട്ടെ. മീൻ വറക്കാനുണ്ട്. ഇനി അതും 3-4 ദിവസം ആയതാണ്. ഇനിയിപ്പോൾ ഇത്രയും കറിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തിനാ അതും കൂടെ എടുത്ത് വെക്കണം. ഒരു പിടി ചോറുണ്ട് ഉച്ചയ്ക്ക്. അതേ കഴിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടറിൻ്റെ സ്ട്രിക്റ്റ് ഓർഡറാണ്. അത് പിന്നെ അതിൽ കൂടുതൽ കഴിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് തന്നെ ഓടിക്ക് വിടുന്നു. എൻ്റെ ഷുഗറൊക്കെ ഏകദേശം ഒരു നോർമൽ സ്റ്റേജിലാണ്. ഇനിയും കൂടി കഴിഞ്ഞാൽ എന്തോ ശരിയാവില്ല. ഇപ്പം ഇനി
ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കലാണ് അടുത്ത പരിപാടി. വൃത്തിയാക്കാനായിട്ടൊന്നുമില്ല, ഞാൻ ഓരോ പണി കഴിയുമ്പോഴും അപ്പം തന്നെ എല്ലാം ചെയ്യും. അടപ്പൻ്റെ സൈഡിലെല്ലാം ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോരോ പണികൾ തീർത്ത് ഇനി പണിയൊന്നുമില്ല, എല്ലാം തീർന്നു. അപ്പോൾ അതാ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീനാക്കി. എനിക്ക് ക്ലീനാക്കൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഞാൻ ഓരോ സാധനം അടപ്പത്ത് വെക്കുമ്പോഴും അടപ്പിൻ്റെ ചുറ്റും ഈ മതിലും ടൈൽസെല്ലാം ഞാൻ തുടച്ചിടും. അതുകൊണ്ട് എനിക്കതൊരു ജോലിയല്ല. പിന്നെ ഒരു ജോലി വാഷ് ബേസിൻ കഴുകലാണ്. അത് എണ്ണയും മെഴുക്കുമെല്ലാം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ പാടാണ് കഴുകാനായിട്ട്. എന്നുവെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കഴുകണം. ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൊരു പണി. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചായ വെക്കണം, കുടിക്കണം, ബസ്. പിന്നെ ഞാൻ പോയി കുറേ നേരം കിടക്കും. അതോടുകൂടി ഇന്നത്തെ ഉച്ചയ്ക്ക് വരെയുള്ള പരിപാടികളെല്ലാം കഴിയും. ഇനി വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളെന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. ഞാനിന്ന് രാവിലെ പറഞ്ഞില്ലേ, ഇന്നത്തേക്കാണ് 21-ാം തീയതി അല്ല 20-ാം തീയതിയാണ് എനിക്ക് 3 മാസം, കറക്റ്റ് 3 മാസമായി ഇന്നത്തേക്ക്. 53 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരിക്കണേ. എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്. ഓരോരുത്തർ പറയണേക്കെ 1 മാസം കൊണ്ട് അവർക്ക് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കിട്ടിയെന്നുള്ളത്. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിനോട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പാത്രങ്ങളൊന്നുമില്ല. ഞങ്ങൾ 2 പേരുള്ളടത്ത് എന്തെങ്കിലും നല്ല പാത്രം ഉണ്ടാക്കാനായിട്ട്. ഞാൻ പാത്രം വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ മോള് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അവളിവിടെ അല്ല, അവൾ ഗോവയിലാണ്. എന്നാലും അവളിരുന്ന് ഒച്ചപ്പാടുണ്ടാക്കുക. അമ്മ ഈ വയസ്സാകാലത്ത് എന്തിനാണ് ഇതെല്ലാം മേടിച്ച് വെക്കണത്, എപ്പോഴാണ് ചത്തുകൂടെ എന്ന് ആർക്കറിയാം, ഞങ്ങൾക്കൊന്നും വേണ്ട ഇത് എന്ന് പറഞ്ഞാൽ അവൾ കിടന്ന് ചീത്തപ്പാടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പാത്രം വാങ്ങിക്കൽ നിർത്തി. എന്നാൽ ഉള്ളത് കൊണ്ടിങ്ങനെ ഓണം പോലെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എനിക്ക് പിന്നെ വേറെ ഒന്നും പറയാനായിട്ടില്ല, എനിക്ക് ഇതോളൂ കൂടുതൽ പറയാനായിട്ടില്ല. സബ്സ്ക്രൈബുകളൊരു വാക്ക് ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എല്ലാം ഇത് തന്നെ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഞാൻ പോട്ടെ എന്നാൽ, ബൈ.